പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISL 11ാം സീസണിലെ 14ാം മത്സരത്തിനായി ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും നിരാശ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഇന്നത്തെ മത്സരത്തിൽ ജംഷഡ്പൂർ FC ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. എന്നാൽ ഈ പരാജയത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ISL 11ാം സീസണിൽ നിന്നും പുറത്തായോ? അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ കയറാൻ സാധിക്കില്ലേ? ഇത് തന്നെയാണ് ആരാധകർ ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് ചോദിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് ഇനി എത്രത്തോളം പ്ലേ ഓഫ് സാധ്യതകളുണ്ട് എന്നാണ് നമ്മൾ ഇവിടെയോട് പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയോട് തന്നെ കടക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇനി എത്രത്തോളം പ്ലേ ഓഫ് സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇതേ രീതിയിലുള്ള പ്രകടനമാണ് ഇനിയുള്ള മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നതെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നിന്ന് പുറത്തായി എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താനായിട്ട് സാധിക്കും. ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഇനി ടൈറ്റായ മത്സരമാണ് വരുന്നത്. പഞ്ചാബിനെതിരെയാണ് അടുത്ത മത്സരം. അത് കഴിഞ്ഞ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, മുംബൈ സിറ്റി FC, അങ്ങനെ വലിയ ടീമുകൾക്കെതിരെയുള്ള മത്സരം വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയുള്ള മത്സരം വരുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ മത്സരങ്ങളാണ് ഇനി ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം വിയർപ്പൊഴിക്കാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് വിജയങ്ങൾ ഇനിയുള്ള മത്സരങ്ങളിൽ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു ഏകദേശം 70% ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ISL 11ാം സീസണിൽ നിന്നും പുറത്തായി എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരും. ബാക്കിയുള്ള 30% ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള പ്ലേ ഓഫ് സാധ്യത ഇപ്പോൾ നിലവിലവിടെ കാണുന്നുണ്ട്. എന്തായാലും അത് എങ്ങനെ ബ്ലാസ്റ്റേഴ്സ് വിനിയോഗിക്കും എന്നത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്നാലും ഏകദേശം ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകൾ അസ്തമിച്ചിട്ടുണ്ട്. എന്നാൽ ഇനിയുള്ള മത്സരങ്ങളെ എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് നോക്കിക്കാണുന്നത്, അതിലായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ പ്ലേ ഓഫിൻ്റെ ഭാവി ഇരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച റിസൾട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം. എന്തായാലും 2 ദിവസം കൂടി കഴിയുമ്പോൾ 2025 അതുകൊണ്ട് തന്നെ 2025 ബ്ലാസ്റ്റേഴ്സിന് ഒരു പുത്തൻ തുടക്കം തന്നെ ലഭിക്കട്ടെ എന്ന് തന്നെ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.